എല്ലാവർക്കും ഇൻസ്പയർഡ് സോഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സും ദൈവസങ്കല്പവുമാണ്. നമുക്ക് ഇന്ന് വളരെ മോഡേണായിട്ട് നമ്മുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്ന ഒരു ആശയമാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. വസ്തുക്കളെ ഡിവിസിബിളാക്കുകയും വീണ്ടും ഡിവിസിബിളാക്കി അതിനെ ഒരു ഇല്ലായ്മയിലേക്ക് അല്ലെങ്കിൽ ഇല്ലായ്മയിൽ നിന്നാണെന്ന് തെളിയിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയാം. അതിൽ കൂടുതൽ ഗവേഷണങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു വസ്തു നമ്മളതിനെ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു അംശത്തിനെ പറയുന്നതാണ് ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആറ്റത്തിൽ നിന്നാണ് ഈ എല്ലാ പദാർത്ഥങ്ങളും ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ കെമിസ്ട്രിയിലും മറ്റുമൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഈ ആറ്റത്തെ തന്നെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഇലക്ട്രോണും പ്രോട്ടോണും ആകുന്നു. ആ ഇലക്ട്രോണും പ്രോട്ടോണേയും വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ആറ്റത്തിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. ഈ ഇലക്ട്രോണേയും പ്രോട്ടോണേയും വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് പിന്നീട് ക്വാക്സ് എന്ന് വിളിക്കാമെന്ന് പറയുന്നു. ഈ ക്വാക്സിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാമെന്ന് പറയുന്നു ക്വാണ്ടം മെക്കാനിക്സിൽ. ഈ ക്വാക്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വീണ്ടും ഉണ്ടാകുന്നതാണ് സ്ട്രിങ്സ് എന്ന് പറയുന്നത്. ഈ സ്ട്രിങ്സിനെ അവർ പറയുന്നത് തരംഗങ്ങളായിട്ടാണ്. അപ്പോൾ എല്ലാ കണികകളും എല്ലാ കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത് കണികകൾ അല്ലെങ്കിൽ തരംഗങ്ങളായിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈവൻ നമ്മുടെ തോട്ട്സ് പോലും ഇപ്പോൾ മോഡേൺ ഫിസിയോളജി അല്ലെങ്കിൽ സൈക്കോളജി ഒക്കെ പറയുന്നത്, ഇവിടെ നമ്മുടെ തോട്ട്സ് പോലും നിലനിൽക്കുന്നത് ഒരു തരംഗങ്ങളായിട്ടാണ്, ഒരു സ്ട്രിങ്സ് തരംഗങ്ങളായിട്ടാണ് നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം ഒരു തരംഗം രൂപേണയാണ് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത് എന്ന് ഒക്കെ ക്വാണ്ടം മെക്കാനിക്സ് എല്ലാം അനുമാനിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് സബ് ഡിവൈഡ് ചെയ്ത് ചെല്ലുമ്പോൾ ഒരു വാക്വത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഈവൺ ആ വാക്വത്തിലും സ്ട്രിങ്സ് ഉണ്ട്. ആ സ്ട്രിങ്സ് വഴിയായിട്ടാണ് എല്ലാം നിലനിൽക്കുന്നത് എന്നൊക്കെ ഓരോ എന്താ പറയുക, ഓരോ ആർഗ്യുമെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുന്നു. അതിലൂടെ നമ്മൾ വീണ്ടും തെളിയിക്കാനായിട്ട് ഒക്കെ ശ്രമിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ഈ എത്രത്തോളം നമ്മൾ കാര്യങ്ങളെ അനലൈസ് ചെയ്യുമ്പോഴും നമ്മളതിൻ്റെ കൂടുതൽ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ കൂടുതൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് വസ്തുക്കൾ രൂപപ്പെടുന്നത്, ആറ്റങ്ങൾ വഴി വസ്തുക്കൾ രൂപപ്പെടുന്നു എന്ന് കണ്ടെത്തുകയും അതിനെ വീണ്ടും ക്വാണ്ടിറ്റേറ്റീവ്ലി നമ്മളതിനെ അനലൈസ് ചെയ്ത് അതിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം, ചില ഘടകങ്ങൾ ഉൾച്ചേർന്നാണ് നമ്മളെല്ലാം രൂപപ്പെട്ടിരിക്കുന്നത്, ഈവൻ പ്രപഞ്ചവും രൂപപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ നമുക്കറിയാം, ഈ ഘടകങ്ങളെല്ലാം ഒരു അറേഞ്ച്മെൻറ്റിൽ പലപ്പോഴും നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേക അനുപാതത്തിൽ, ഒരു അറേഞ്ച്മെൻറ്റിൽ എല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതായിട്ടും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് പിന്നിൽ ഒരാളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ഇവിടെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണെങ്കിൽ നമുക്ക് വേറെ സൈഡിൽ ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നടത്തേണ്ടതായിട്ട് വരുന്നു. എന്താണ് ഈ ക്വാളിറ്റേറ്റീവ് അനാലിസിസ്? ഓക്കെ, സോ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, ഒരു ക്വാളിറ്റേറ്റീവ്, എല്ലാത്തിനും ഒരു ക്വാളിറ്റേറ്റീവ് വശമുണ്ടെന്നുള്ളത് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ചില കാര്യങ്ങൾ അബ്സ്ട്രാക്റ്റ് ആണ്, ഇറ്റ് ഈസ് നോട്ട് ഏബിൾ, നമുക്ക് അറിയാനായിട്ട് നമ്മൾ സാധിക്കും തോറും ചിലപ്പോൾ നമുക്കത് അറിയാൻ പറ്റിയെന്ന് വരികയില്ല. പക്ഷേ ചില കാര്യങ്ങൾ ചിലപ്പോൾ അത് ഇൻവിസിബിളായിട്ട് നമുക്ക് മുന്നിൽ നിലനിൽക്കുന്നത് പോലെയും നമുക്ക് അനുഭവപ്പെടാം. അപ്പോൾ എന്താണ് ഈ ഇൻവിസിബിളായിട്ട് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നത്? അപ്പോൾ നമുക്കൊരു എന്താ പറയുക, മ്യൂസിക്കിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പോൾ ഹിന്ദുസ്ഥാനി മ്യൂസിക് ആണെങ്കിൽ അതിൽ സരിഗമ പദനിസ എന്ന സപ്തസ്വരങ്ങൾ, അല്ലേ, നമ്മളതിനെ സപ്തസ്വരങ്ങൾ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ വെസ്റ്റേൺ മ്യൂസിക് എടുക്കുകയാണെങ്കിൽ ദോ റേ മി ഫ സോള സി ദോ സിൻ. അപ്പം അതും അവിടെയും ഈ സ്വരങ്ങൾ വെച്ചുകൊണ്ടാണ് എല്ലാ മ്യൂസിക് കമ്പോസേഴ്സും പുതിയ മ്യൂസിക്കുകൾക്ക് രൂപം കൊടുക്കുന്നത്. സംഗീതജ്ഞന്മാർ പുതിയ ഗാനങ്ങൾ പാടുന്നത്. പക്ഷേ ഈ സ്വരങ്ങളെല്ലാം എപ്പോഴും സെയിമാണ്. അപ്പോൾ മൂലകാരണങ്ങൾ എപ്പോഴും സെയിമാണ്. അപ്പോൾ പ്രകൃതിയിൽ ചില മൂലകാരണങ്ങളുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാരും മറ്റ് തത്വജ്ഞാനികളും എല്ലാം കണ്ടെത്തിയതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനുഷ്യൻ എപ്പോഴും ഒരു സെർച്ചിലാണ്, ഒരു നിരന്തരമായ സെർച്ചിലാണ്. നമുക്ക് ഇതിനെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു മാത്തമാറ്റീഷ്യൻ തൻ്റെ പ്രകൃതി അല്ലെങ്കിൽ ലോകത്തെ കാണുമ്പോൾ അദ്ദേഹം അതിനെ നമ്പേഴ്സായിട്ട് മാത്തമാറ്റിക്കലിയാണ് അതിനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ എല്ലാത്തിലും ഒരു മാത്തമാറ്റിക്സ് ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തുന്നു.
ഈ ലോകം അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നതും അതിൻ്റെ ഓരോ ഘടനയും എല്ലാം അദ്ദേഹത്തിന് നിജപ്പെടുത്താനും എല്ലാം സാധിക്കുന്നു. ഒരു സയൻറ്റിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹം സയൻറ്റിഫിക്കലി ഈ ലോകത്തെ കാണുകയും അതിനെ കണ്ടുമുട്ടുകയും അവിടുത്തെ കാര്യങ്ങളെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നു. ഒരു സംഗീതജ്ഞനാണെങ്കിൽ എല്ലാത്തിലും സംഗീതം കണ്ടെത്തുന്നു. ഒരു ചിത്രകാരനാണെങ്കിൽ എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ക്രിയേറ്റിവിറ്റി കണ്ടെത്തുന്നു. ഒരു പോയിറ്റ് ആണെങ്കിൽ എല്ലാത്തിലും ഒരു കവിത കണ്ടെത്തുന്നു. ഒരു കഥാകാരൻ എല്ലാത്തിലും കഥ അപ്പം അങ്ങനെ പല വ്യക്തികൾ പല രീതിയിലാണ് നമ്മുടെ പ്രകൃതിയെ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ഈ ലോകത്തെ കാണുന്നത്. അപ്പോൾ ഈ ലോകം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ചില സ്ട്രിങ്സ് എന്ന് പറയുന്ന ചില കാര്യത്തിൽ നിന്നാണെന്ന് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നതായിട്ട് നമ്മൾ പറയുന്നത്. അത് തരംഗങ്ങളായിട്ടാണ് പ്രകൃതി നിൽക്കുന്നതെന്നും ഈവൻ നമ്മുടെ ചിന്തകൾ പോലും ഈ ഒരു സ്ട്രിങ്സിൻ്റെ ഈ തരംഗങ്ങൾ ആയിട്ട് നിലനിൽക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ ഇത് കാണപ്പെടാത്ത ഒരു കാര്യമാണ്. ഇതിനെ നമുക്ക് പെട്ടെന്ന് കണ്ണുകൊണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടെത്താനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇങ്ങനെ ഒരു സംഗതി അത് ഡിവിസിബിളായിട്ട് പോകുമ്പോൾ അതിലേക്ക് എത്തുന്നു എന്നൊക്കെ അവർ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഇതൊരു ക്വാണ്ടം മെക്കാനിക്സിനെ ഒരു ട്രേസ് ചെയ്ത് അവർ അതിന് കുറേ ഉള്ളിലേക്ക് പോകുമ്പോൾ അവരുടെ ചില കണ്ടെത്തലുകളാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പ്രകൃതിയുടെ ഒരു ഉത്ഭവത്തെ തേടി നമ്മൾ പോവുകയാണ്. ഇപ്പോൾ ദൈവമാണ് പ്രകൃതിയുടെ ഉത്ഭവമെന്ന് നമ്മൾ പറയുമ്പോഴും ദൈവത്തിൻ്റെ ആ ഒരു ഉത്ഭവത്തിനെ കുറിച്ചും നമ്മൾ അത് ട്രേസ് ചെയ്ത് പോകുന്നു. അപ്പോൾ ചിലർ പറയുന്നു അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ഈ ദൈവം എന്നുള്ളൊരു സാധ്യതയെ കൂടെ എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ? ഒരു കലാകാരൻ എന്ന രീതിയിലോ ഒരു സയൻറ്റിസ്റ്റ് എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു മാത്തമാറ്റീഷ്യൻ എന്ന രീതിയിലോ ഇതിനെല്ലാം പിന്നിൽ ഇപ്പോൾ ഈ സ്ട്രിങ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതിനെല്ലാം പിന്നിൽ ഈ പ്രകൃതിയുടെ മൂലകാരണമായിക്കൊണ്ട് അതിനെല്ലാം കോസ് ചെയ്യുന്ന ഒരു അൾട്ടിമേറ്റ് കോസ് ഉണ്ടായിക്കൂടെ എന്ന് നമുക്ക് ചിന്തിച്ചുകൂടെ? നമ്മുടെ ലോജിക്ക് ചിന്തിച്ച് പോകുമ്പോൾ അപ്പോൾ ഇവിടെ പറയുന്നത് കീർക്കഗാഡ് എന്ന ഫിലോസഫർ അല്ലെങ്കിൽ തത്വജ്ഞാനി പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ഇരുട്ടിലേക്കുള്ള ഒരു എടുത്തുചാട്ടം ആണെന്നാണ്. അപ്പോൾ നമ്മൾ ഇവല്യൂഷണറി തിയറി പറയുമ്പോൾ ബിഗ് ബാങ് തിയറിയൊക്കെ പറയുമ്പോൾ ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന ശൂന്യതയിൽ നിന്ന് ഒരു ബിഗ് ബാങ്ങിൽ നിന്ന് എല്ലാം ഉണ്ടായി, ഒരു എക്സ്പ്ലോഷനിൽ നിന്ന് എല്ലാം ഉണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഈ ശൂന്യത? ഈ ശൂന്യത തന്നെയാണോ ദൈവം? അതാണ് നമുക്ക് മുന്നിലുള്ള ആ ഒരു ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പിന്നിലുള്ള ആ ഒരു കലാകാരൻ, ആ ഒരു ശില്പി ഉണ്ടായിക്കൂടെ? ഈ ഒരു മനോഹരമായ പ്രകൃതിയുടെ ഈ ഒരു ചലനത്തിന് പിന്നിൽ ഒരു ശില്പി ഉണ്ടായിക്കൂടെ? അപ്പോൾ ഇതും ഒരു വലിയൊരു സാധ്യതയാണ് നമുക്ക് മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ മോഡേൺ സയൻസിന് മുന്നിലും ദൈവം എന്ന സാധ്യത ഇന്നും നമുക്ക് മുന്നിൽ തെളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ നിസ്തർക്കമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാൻ ഈസ് ഓൾവേസ് ഓൺ ദ സെർച്ച്. ഹീ ഈസ് സെർച്ചിങ് ഫോർ എവിഡൻസസ്. മാൻ എപ്പോഴും എവിഡൻസുകൾക്ക് വേണ്ടി കാത്തുകൊണ്ട് നിൽക്കുന്നു. ചില മനുഷ്യർക്ക് ഇപ്പോൾ നന്ദനം എന്ന സിനിമയിൽ ബാലാമണി എന്ന പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ആ അനുഭവം പോലെ ഞാനേ കണ്ടുള്ളൂ. ചിലർക്ക് ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസുകൾ ലൈഫിലുണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം ആ ഒരു മൂലകാരണത്തിലേക്കുള്ള ഒരു പോയിൻറ്റിങ് ഔട്ടാണോ എന്നുകൂടി നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സോ ഇത് ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് സയൻസ് ഈസ് സ്പിരിച്വാലിറ്റി. അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി ആണെന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ ഓൾ ത്രൂ അവർ ലൈഫ് നമ്മൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു ലേണിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലേണിംഗ് എന്തിനെക്കുറിച്ചുള്ള ലേണിംഗ് ആണ്? നമ്മുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച്. നമ്മൾ ബാഹ്യമായിട്ട് പല സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ നമ്മുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ ഈ എക്സിസ്റ്റൻസ് നമ്മളെ ദൈവവും സോളും ആത്മാവും ഒക്കെ ആയിട്ടൊക്കെ കണക്ട് ചെയ്യുന്നു, കൂടെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എക്സിസ്റ്റൻസ് കൂടി സയൻസിൻ്റെ മാറ്ററായിട്ട് വരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് എക്സിസ്റ്റൻസ് ദൈവമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു എക്സിസ്റ്റൻസ് ആണല്ലോ. അപ്പോൾ ആ ഒരു എക്സിസ്റ്റൻസ് ദൈവത്തിലേക്കുള്ള ഒരു ചൂണ്ടപലകയുമായിട്ട് മാറുന്നുണ്ട് ഇവിടെ. So let us understand positively about our nature, our human existence, as well as the existence of God. Thank you, dear friends.